ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ നമ്മളൊരു ഡിസൈനർ അല്ലെങ്കിൽ നീഷ് പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഞാൻ കുറച്ച് നാളായിട്ട് ഈ ഒരു ടോപ്പിക്ക് പറയണം എന്ന് കരുതിയായിരുന്നു. പലപ്പോഴായിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യമല്ല പറയണത്, അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അതിനെപ്പറ്റി ഒരു മാർക്കറ്റ് സ്റ്റഡി ജസ്റ്റ് ഇങ്ങനെ നടത്തും. എൻ്റെ വൈഫ് എപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 സ്റ്റഡി നടത്തിയിട്ടേ വാങ്ങിക്കുള്ളൂ, എന്നിട്ട് ചിലപ്പോൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ അബദ്ധത്തിൽ പോയി ചാടുകയും ചെയ്യുന്നുള്ളത്. അത് പറ്റും, എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമാനായിട്ടൊന്നും ആർക്കും നടക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത് അങ്ങനെ പോയിട്ട് അബദ്ധത്തിൽ ചാടിയ കഥ അല്ലെങ്കിൽ ചാടാൻ പോകുന്ന കാര്യമല്ല പറയണത്. പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ മോസ്റ്റ്ലി പെർഫ്യൂമിൻ്റെ കേസിൽ അങ്ങനെ എന്താ പറയുക നോക്കുമ്പോൾ അബദ്ധത്തിൽ പെടാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേയൊക്കെ ഈ ഒരു സംഗതികൾ അറിയുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെതായ ഒരു രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ഇന്നതിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു ഡിസൈനർ പെർഫ്യൂം നിങ്ങൾ വാങ്ങിക്കാൻ പോവാണ്, ഏതോ ആയിക്കോട്ടെ. ഞാൻ ഒരിക്കലും ഒരു പ്രൈസ് പറയുന്നില്ല, കാരണം എല്ലാവർക്കും നമ്മളെ ഹാർഡ് ഏൺഡ് മണിയാണ്. നമ്മൾ ഇനിയിപ്പോൾ 500 രൂപ മുടക്കിയാലും 1000 മുടക്കിയാലും 5000 മുടക്കിയാലും 50,000 മുടക്കിയാലും നമ്മൾ ഹാർഡ് ഏൺഡ് മണിയാണ്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഏൺ ചെയ്തെടുത്ത പൈസ തന്നെയാണ്. പൈസക്ക് അതിൻ്റെതായ വാല്യൂ എപ്പോഴും നമ്മൾ കൊടുക്കണം. അപ്പോൾ ചെറിയ പ്രൈസിൻ്റെ വലിയ പ്രൈസിൻ്റെ ഒന്നും പറയണില്ല. ഏതൊരു പെർഫ്യൂം വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ വലിയ പെർഫ്യൂംസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അത് വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറ്റാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫ്യൂം വാങ്ങിക്കുന്ന ഒരു ഡിസിഷൻ എപ്പോഴാണ് വരാറുള്ളത്? ചിലരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഏതാ പെർഫ്യൂം യൂസ് ചെയ്തത് ചോദിച്ചാൽ അവർ ചിലർ പറയൂല എന്ന് പറയും. ചിലർ ഞാൻ ഡെവലപ്പ് ആണ്, ഗൾഫിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഡെവലപ്പ് കൂൾ വാട്ടറാണ്, അല്ലെങ്കിൽ ബോസാച്ചി റോസ് ഞാൻ വാങ്ങിച്ചതാണ്, അത് വാങ്ങിച്ചത് ഇങ്ങനെയൊക്കെ പറയും. ചിലർ ആ ഫ്രാഗ്രൻസ് പറയൂല. അപ്പോൾ നമ്മൾ പിന്നെ എവിടെന്നെങ്കിലൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ഇതിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളത് ട്രൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ നമ്മളെ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അടുത്തുനിന്ന് ഒരാളടുത്തുനിന്ന് ഒരു ഫ്രാഗ്രൻസ് കിട്ടിയിട്ടാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. അതിലോട്ട് നമ്മളെ അട്രാക്ട് ചെയ്തത് ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത് അയാളുടെ ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിൽ നിന്നോ ആയിരിക്കും ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ യൂസ് ചെയ്താൽ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഓരോരോ ബോഡി നാച്ചുറലും വ്യത്യാസമാണ്. അപ്പോൾ ഒരു വലിയൊരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പെർഫ്യൂം എവിടെ കിട്ടും നോക്കുക, ഓഫ്ലൈനായിട്ട്. ഇപ്പോൾ ലൈഫ് സ്റ്റൈലോ ഷോപ്പ് സ്റ്റോപ്പ്, ഇത് രണ്ടോളം നമുക്ക് എപ്പോഴും പറയാനുള്ള സ്ഥലങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ നോക്കിയാൽ മതി. പക്ഷെ അതെല്ലാവരും പെട്ടോളന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈഫ് സ്റ്റൈലും ഷോപ്പ് സ്റ്റോപ്പും പറയണത്. അതല്ലെങ്കിൽ സെൻട്രോയിൽ, ഇപ്പോൾ സെൻട്രോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അവിടെ എവിടെയെങ്കിലൊക്കെ നോക്കുക, നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടും. അവിടെ പോയിട്ട് ടെസ്റ്റർ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു മറ്റേ എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈലിൽ കയറി അവിടെ ഒരു 100 പെർഫ്യൂം എടുത്ത് 100ഉം അപ്ലൈ ചെയ്ത് പോരരുത്. നിങ്ങൾ ഫോക്കസ് ചെയ്ത പെർഫ്യൂം ഏതാണോ അത് പോയിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രസ്സിലോ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പിലൊക്കെ വാങ്ങിയിട്ട് പോരുക. ഞാൻ എപ്പോഴും സ്ട്രിപ്പിലും വാങ്ങിക്കും, ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും, പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിടും. 3 ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. എന്നിട്ട് അപ്പം തന്നെ ഡിസിഷൻ എടുക്കരുത്. എന്നിട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 1 or 2 hours ഒക്കെ കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പ് ലൈഫ് സ്റ്റൈലൊക്കെ കാണാറുള്ള ഷോപ്പിംഗ് മാളുകളല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പണി ചെയ്യുക. നമ്മൾ പോയിട്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ നോക്കുക, ഈ ഒരു ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ടോ, അത് അട്രാക്റ്റീവ് ആണോ, ആളുകൾ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ ഇനിയിപ്പോൾ ബ്രദർ ആണെങ്കിലോ വൈഫാണെങ്കിലോ സിസ്റ്റർ ആണെങ്കിലോ ഫാദറോ മദറോ ആരും ആവട്ടെ അവരുടെ അടുത്തൊക്കെ ചോദിക്കുക, ഇത് സ്മെല്ലുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അത് മനസ്സിലാക്കിയതിൻ്റെ ശേഷം എന്നിട്ട് ഡിസൈഡ് ചെയ്യുക, ഓക്കെ ദിസ് ഈസ് ഫൈൻ, അങ്ങനെ പോയിട്ട് വാങ്ങിക്കുക. അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നിങ്ങൾ നോക്കി അപ്പോൾ ഇത് ഓക്കെ ഇത് ഫൈൻ, എനിക്ക് വർക്ക് ആവുന്നുണ്ട്, അത് മനസ്സിലാക്കി. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ നൈക്കയിൽ ജനുവരി കിട്ടും. അപ്പോൾ നൈക്കയിൽ ഇവിടെ ഹീറോസിന് ഇപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നോക്കിയപ്പോൾ 8500 ഉണ്ട്, നൈക്കയിൽ നോക്കിയപ്പോൾ 5800 ഉള്ളൂ. ഓക്കെ, അപ്പോൾ തോന്നി എന്നാൽ പിന്നെ നൈക്കയിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നൈക്കയിൽ നിന്ന് അതെടുക്കുക. പക്ഷെ അതെടുക്കുന്ന മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവരൊരു ഇത്ര പെർസെൻറ്റേജ് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ആ ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും.
ഓക്കെ, അപ്പോൾ അതും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ നൈക്ക യൂസ് ചെയ്യാത്ത ആരുടെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ നമ്പറോ വെച്ചിട്ട് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് വേറൊരു ഇതിൽ നിന്ന് അത് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നോക്കുക. അപ്പോൾ ഈ പേടിഎമ്മിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും ഇങ്ങനെ കൂപ്പൺ കോഡുകൾ വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ റീചാർജോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവരെപ്പോഴും കോഡുകൾ അയച്ചിരും. മിന്ത്രൻ്റെ കോഡും മറ്റുള്ള നൈക്ക അങ്ങനത്തെ കോഡുകൾ. അപ്പോൾ അതേതെങ്കിലും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടി ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക പ്രീമിയം പെർഫ്യൂം വാങ്ങിക്കുന്ന മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നോക്കേണ്ടത് നമുക്ക് അത് എവിടുന്ന് കുറച്ച് പ്രൈസിന് കിട്ടും, പിന്നെ മാത്രമല്ല ജെനുവിൻ ആണോ നോക്കുക, നമുക്കിത് മാച്ച് ആവുന്നുണ്ടോ, നമ്മളെ ബോഡിക്ക് മാച്ച് ആവുന്നതാണോ, നമ്മളെ പർപ്പസിന് പറ്റിയതാണോ എന്നുള്ളത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ഒരു പെർഫ്യൂം, ഇപ്പോൾ വെർസാച്ച ഇറോസ് തന്നെ എക്സാമ്പിൾ എടുക്കാം. വെർസാച്ച ഇറോസ് 5 ml ഉണ്ട്, ഏറ്റവും ചെറുത്. അതിന് ടാപ്പ് ടൈപ്പ് മിനിയേച്ചർ വരുന്നുണ്ട്. അതിൻ്റെ മേലെ 50 ml ഉണ്ട്, 100 ml ഉണ്ട്. പിന്നെ അതിൽ തന്നെ EDP ഉണ്ട്, EDT ഉണ്ട്, ഡിയോഡറൻറ്റ് വേർഷനുണ്ട്. ഡിയോഡറൻറ്റും ഈ വെർസാച്ചേൻ്റെ കറക്റ്റ് അതേ ബോട്ടിൽ തന്നെയാണ് വരുന്നത്. അത് ഡേവിഡ് ഓഫും ഈ വെർസാച്ചയ്ക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ്. അതിന് വില കുറവ് കണ്ടിട്ട് അത് പോയി ചാടി വീഴരുത്. അത് ഡിയോഡറൻറ്റ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ചിലർ പറയും ഞാൻ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ 2500 വാങ്ങിച്ചു, പക്ഷേ ഫ്രാഗ്രൻസ് നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പലരോടും ഫോട്ടോ അയച്ചു തരുമെന്ന് പറയുമ്പോൾ അത് ഡിയോഡറൻ്റ് ആണ്. അപ്പോൾ ഇതേ ബോട്ടിലാണ് വരുന്നത്, പക്ഷെ അവർ അബദ്ധത്തിൽ പെടുന്നതാണ്. അത് ശ്രദ്ധിക്കുക, അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളത്. EDP എടുത്താൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, പക്ഷേ പ്രൈസ് നല്ല കൂടുതലായിരിക്കും. ഈ ഡിസൈനർ പെർഫ്യൂംസിനും നീഷിനൊക്കെ EDPയിലൊക്കെ വരുമ്പോൾ നല്ല പ്രൈസ് വരും. എന്നാലും നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അതെടുത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ EDT നോക്കിയിട്ട് എടുക്കുക. അതിൻ്റെ താഴേക്കുള്ള കൊളോണൽക്കൊന്നും പോരുത്. കോൺസെൻട്രേഷൻ സൈസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർഫ്യൂം റെഗുലറായിട്ട് യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈനർ പെർഫ്യൂംസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, വേറെ പെർഫ്യൂംസ് കയ്യിലുണ്ടെങ്കിൽ ഇത് വലുത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഒരു ഒക്കേഷനലി യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഒരു ചെറുതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വലുത് തന്നെ വാങ്ങിച്ചോളൂ. കാരണം വലുതാകുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറവായിരിക്കും വലുതിന് കമ്പാരിറ്റീവ്ലി. ആ ഒരു ml ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറുതിന് വില കൂടുതലായിരിക്കും. ചെറുത് ഇപ്പോൾ നോട്ടിക്ക വോയേജ് ഞാൻ 100 ml പ്രൈസ് നോക്കുമ്പോൾ നമുക്കൊരു 1750 അല്ലെങ്കിൽ 2000, 2200 ഈ ലെവലൊക്കെ പ്രൈസ് കാണും. ഓക്കെ, പക്ഷേ നമ്മൾ 50 ml നോക്കുമ്പോൾ 1500, 1300 ഇങ്ങനെ കാണാം. അതായത് ഇത് രണ്ടും നമ്മൾ ചിലപ്പോൾ ഒരു 300-400 റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസേ കാണുള്ളൂ. അപ്പോൾ അവിടെ ഒരു 200 രൂപേൻ്റെ ലാഭത്തിന് 50 ml പെർഫ്യൂം വേണ്ടാതെ വെക്കരുത്. അവിടെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ പർപ്പസ് നോക്കിയിട്ട് വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ വലുതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, വലുത് വാങ്ങിക്കുക. പിന്നെ ഈ വാങ്ങിച്ച സാധനം ചിലർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇത് ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് അത്യാവശ്യം എന്താ പറയുക ഒരു മെച്യൂരിറ്റി ആയ സാധനങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ ഇനി അടുത്തൊരു കാര്യം, ഇത് എവിടെ വെക്കണം എന്നുള്ളത്. ചിലർ ഇത് കാറിൻ്റെ ഉള്ളിൽ വെക്കും. ഏറ്റവും വലിയൊരു ഫാൾട്ടാണ് പെർഫ്യൂം കാറിൻ്റെ ഉള്ളിൽ വെക്കരുത്. കാരണം കാറിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. നമ്മൾ എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടത്തിന് ഈ ഫ്രാഗ്രൻസ് ഒക്കെ നശിച്ചു പോകും. അപ്പോൾ പിന്നെ അതിന് ലോജിക്കില്ല. പിന്നെ ആ പെർഫ്യൂം കൊണ്ട് അത് യൂസ്ലെസ് ആയി മാറും. അപ്പോൾ ഒരിക്കലും അതേപോലെ ഈ നമ്മളെ ഈ വിൻഡോൻ്റെ അടുത്ത് വെയിൽ തട്ടുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഒന്നും പെർഫ്യൂം വെക്കരുത്. പെർഫ്യൂമിന് എപ്പോഴും നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അധികം ചൂട് തട്ടാത്ത ഒരു 25 ഡിഗ്രീൻ്റെ അത് മേലക്കൊന്നും ചൂട് പോകാത്ത ഒരു സ്ഥലത്ത് പെർഫ്യൂമിനെ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറേ നാൾ നല്ല ഫ്രാഗ്രൻസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്താ പറയുക നല്ല കെയറിങ്ങിൽ യൂസ് ചെയ്യാം ഈ ഡിസൈനർ പെർഫ്യൂംസ്. നല്ല ഏത് പെർഫ്യൂമും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. കെയർലെസ് ആയിട്ട് യൂസ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല കുറച്ചൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെർഫ്യൂമൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കേടുവരാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിൽ പറ്റിക്കപ്പെടാത്ത രീതിയിൽ ഒക്കെ നോക്കി വാങ്ങിക്കുക. പിന്നെ എന്താ പറയുക നമ്മളെ പർപ്പസിന് പറ്റിയതാണോ എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതേപോലെ ടോപ്പിക്കുകളായിട്ടൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസായിട്ട് വരാം. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.